ബെൽജിയത്തിന് എന്താണ് സംഭവിച്ചത്? 2018 ശേഷം ബെൽജിയം ഒരിക്കൽ പോലും അവരുടെ നിലവാരത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ലോക നിലവാരമുള്ള താരങ്ങൾ അണിനിരക്കുന്ന ബെൽജിയം കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിലും നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് നടത്തിയത്. ഇക്കഴിഞ്ഞ യൂറോ കപ്പിലും പ്രത്യേകിച്ചൊന്നും ബെൽജിയത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതുമില്ല. യുവേഫ നാഷൻസ് ലീഗിലാണെങ്കിൽ നിലവിൽ ഇറ്റലിക്കും ഫ്രാൻസിനും താഴെയാണ് ബെൽജിയം. ഫ്രാൻസിനോട് 2-0 ബെൽജിയം അടിയറവ് പറഞ്ഞത്. ഇനി കളിക്കാനുള്ളത് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇറ്റലിയോടും. ടീമിന്റെ പരിതാപകരമായ അവസ്ഥയിൽ ക്യാപ്റ്റനായ ഡി ബ്രൂയിൻ ക്ഷുഭിതനാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഫ്രാൻസിനെതിരായ മത്സരത്തിൽ ഒത്തിണക്കമില്ലാതെ കളിച്ചതിന്റെ ഫലമാണ് തോൽവിയെന്നാണ് ഡി ബ്രൂയിൻ പറയുന്നത്. പല താരങ്ങളും തങ്ങളുടെ ജോലി കൃത്യമായി നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഡി ബ്രൂയിൻ സഹതാരങ്ങൾക്കെതിരെ തുറന്നടിക്കുകയാണ്. ബെൽജിയത്തിന് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. യുവേഫ നാഷൻസ് ലീഗിൽ ശേഷിക്കുന്ന മത്സരത്തിൽ ഡി ബ്രൂയിനും സംഘത്തിനും അതിന് കഴിയണം. എതിരാളികൾ ഇറ്റലിയാണ്. മികച്ച ഒത്തിണക്കത്തോടെ കളിക്കുന്ന ഇറ്റലിയുടെ യുവനിര ആരെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ളതുമാണ്. എങ്കിലും ബെൽജിയം പഴയ ബെൽജിയമായാൽ ജയം വിദൂരമൊന്നുമല്ല. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.